ഗൈസ് വാഴ 2 കാണാൻ വേണ്ടി പോകും. ഫ്രണ്ട്സായിട്ട് കാണാൻ വൈകിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഭാര്യ ഒഴിവാക്കി. രണ്ടെണ്ണം അടിക്കാന്ന് ഞാനും പറഞ്ഞു. എന്നാ എന്റെ വീട്ടിലോട്ട് പോരുന്നത് ഞാനും പറഞ്ഞു. അപ്പൊ പടം കണ്ടിട്ട് ബാക്കി പറയാം. ഫ്രണ്ട്സായിട്ട് പോയിട്ട് വാഴ 2 കണ്ടു. എല്ലാവരും ഒന്ന് ഇമോഷണലായി. മലയാളീസ് ഇമോഷണലായിട്ട് പോട്ടെ, നമുക്ക് പെട്ടെന്ന് കുറെ പേർക്ക് നന്നായിട്ട് കണക്ട് ആയി. പക്ഷെ അണ്ണൻ ഭയങ്കര ഇമോഷണൽ, അണ്ണന് ഭയങ്കര കണക്ട് ആയി. അണ്ണാ നിങ്ങൾ കണക്ട് ആവാനുള്ള കാരണം എന്താ? എന്താ പറയണു ഇല്ല നാ സത്യം പറയணும்னா to be honest like I can say in Tamil right தமிழ் பேசுங்க. படத்தை பார்த்தாச்சு. நான் சும்மா வாழ 2 வாழ 1 பார்த்துட்டு இல்லை. பட் எப்படினோ அனுப்பிச்சிட்டா தான் கொண்டு போயாச்சு. சும்மா ஏதோ ஒரு படம் சரி டைம் ஸ்பெண்ட் பண்ணுறதுக்காக உள்ளே போயாச்சு. ஃபர்ஸ்ட் ஹாஃப் கண்டுட்டு சிரிச்சுட்டு சிரிச்சு வயிறு வலி கண்ணிலேருந்து தண்ணி வருது முடியல மச்சான். செகண்ட் ஹாஃப் கண்டுட்டு ஃபுல் எமோஷன், ஃபுல்லி கனெக்டட் டு த மூவி. படம் முடிச்சுட்டு வந்தாச்சு, எபின் தூங்கியாச்சு, நான் சர்ச் பண்ணியாச்சு. வாழ 1 சர்ச் பண்ணி அப்பயே தேடி கண்டுபிடிச்சி அப்பயே ஹாட் ஸ்டாரில் மூவி இருக்கு. VPN இட்டாச்சு, ஹாட் ஸ்டாரில் போய் வாழ 1 இட்டு வாழ 1 ஃபுல்லாக பார்த்துட்டு தான் தூங்கியாச்சு. அந்த அளவுக்கு மூவி டு பி കണക്റ്റഡ് ടച്ച് വിത്ത് മൈ ഹാർട്ട്. ഇതാണ് ഓണസ്റ്റ് റിവ്യൂ. നമ്മൾ പടം നമുക്ക് ഞാൻ ഒരു 10 കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര കൊടുക്കും? 10 தான். அதுக்கு மேல இல்லல, அதுக்கு மேல கொடுத்துக்கோ. 10 எவ்வளவு கொடுക്കും? to be honest like 10 out of 10 കണക്റ്റഡ്. എല്ലാവർക്കും പടം കണക്ട്. 80s ആയിക്കോട്ടെ, 90s ആയിക്കോട്ടെ, 2K ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ കണക്റ്റഡ് ആയി. അതായത് ഓരോരുത്തർക്കും ഓരോ ഇൻസ്റ്റന്റ് കണക്ട് ആവും. അതായത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്, ഡിഫറെന്റ് പീപ്പിൾ, സിബ്ലിംഗ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ആ ഒരു കണക്ട് somehow it will connect with everyone. ആ മൂവിയിലെ ഏതെങ്കിലും ഒരു സീൻ നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടോ. നമ്മള് പറയണെങ്കിൽ അതിന്റെ അകത്ത് തിയേറ്ററിലുള്ള ഒരു സീൻ നമ്മളെ നാട്ടില് ഫാൻ ഷോ ഒന്നും പറയില്ല, നടന്ന സംഭവമാണ്. അന്നേരം ഞാൻ അവിടെ ഉണ്ടായ സംഭവമാണ്. അത് ഭയങ്കര ഫീൽ ആവും. I am a Tamil guy. I know only like little Malayalam right, but அந்த தியேட்டர் சீனை பார்த்துட்டு நான் சிரிச்சு சொல்ல முடியல என்னால. டு பி ஆனஸ்ட் லைக் டைலாக் சொல்லணும்னா, டே இந்த தியேட்டரை விட்டு நீ வெளியே போயாச்சுன்னா நின்ற அம்மையை நான் கட்டுண்டா இல்ல அந்த டைலாக். பின்ன நீ யாரா நின்ற அப்பண்டா நின்ற கொச்ச அப்பண்டா முடியல. டு பி ஆனஸ்ட் லைக் ஆனஸ்ட்லி முடியல. ഫസ്റ്റ് ഹാഫ് സിരിച്ച് തണ്ണി വന്നാச்சு കണ്ണിൽ നിന്ന്. அந்த மாதிரி இருந்தது. അതുപോലെ കരഞ്ഞ സീനൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിനായകൻ കരയണ നേരത്തെ ആ സായിപ്പ് ഒരു സീനില്ലേ, ആ സീനിൽ ശരിക്കും കരഞ്ഞു പോയി. അതില് പോയി അതിലെന്റെ ഫുള്ള് കണ്ണൊക്കെ നിറഞ്ഞു പോയിക്കുന്നത്. പല സീക്വൻസും ഉണ്ട് ഈ പടത്തിനകത്ത്. നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആഷിർ എന്താ പറയണെന്ന് അറിയില്ല. പറഞ്ഞു തിരിച്ചു വരുമ്പോ നമ്മൾ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ആ റിഫ്ലക്ഷൻ ആണ്. ഒന്നുകൂടി കാണാൻ മൈൻഡാ. അതെ, അതുപോലെ പിന്നെ ഒരുപാട് നമ്മുടെ ലൈഫിൽ எனக்கு ரிஃப்ளெக்ஷன் டு பி ஆனஸ்ட் நான் உடனே போய் சர்ச் போட்டாச்சு. ஐ வாண்ட் டு see வாழ 1 அப்பயே தேடி கண்டுபிடிச்சி ഐ സോ ദാറ്റ്. മാത്രം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആദ്യത്തെ പടം കണക്ട്. ബാത്റൂമിലെ സീനും മുജീബ് സാറിന്റെ സ്കൂളിന്റെ ടീച്ചേഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ സ്കൂളിന്റെ connecting with everyone like in school I have experienced like this. അപ്പൊ ഇതാണ് നമ്മുടെ ജെന്യൂൻ റിവ്യൂ കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി കാണണം പടം. ഞങ്ങൾ എന്തായാലും കൂടി പോകും. ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, ബൈ.